തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടു. നടപടി നിയമവിരുദ്ധമെന്ന് ആക്ഷേപം. UDF അധികാരത്തിലെത്തിയതോടെ LDF സഹകാരികൾ ഭരിക്കുന്ന ബാങ്ക് ആണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. പോലീസുമായി എത്തിയ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ രേഖകൾ ബലമായി പിടിച്ചെടുത്ത് അധികാരം ഏറ്റെടുക്കുകയായിരുന്നു. സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. സുജു, വിശദാംശങ്ങൾ. അക്ഷയ്, ഇക്കാര്യത്തിൽ വലിയ പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതായത് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട വിഷയത്തിൽ ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ട ബാങ്കിന്റെ ഭരണാധികാരികൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ബാങ്ക് പിരിച്ചുവിടത്തക്ക രീതിയിൽ കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബാങ്കിന് റൂൾ 67 പ്രകാരം ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിനുള്ള മറുപടി കൃത്യമായി സ്വീകരിക്കാനോ കൈപ്പറ്റാനോ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അതിനുശേഷം വ്യക്തമായ നോട്ടീസ് നൽകാതെ ആണ് ഇപ്പോൾ ഈ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്നൊക്കെ അല്ലെങ്കിൽ ഒരു പിഴവായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് 36 പ്രകാരം മാത്രമേ ഇത്തരം നടപടികൾ റിസർവ് ബാങ്കിന്റെ അനുമതി ആവശ്യമാണെന്നും അത്തരത്തിലെ പിരിച്ചുവിടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്താക്കപ്പെട്ട ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് കേരള സൊസൈറ്റീസ് ആക്ട് 32 പ്രകാരമാണെന്നും അത് നിലനിൽക്കില്ലെന്ന ഇത് റിസർവ് ബാങ്കിന്റെ അനുമതിയിലൂടെ പ്രവർത്തിക്കുന്ന ബാങ്ക് ആയതുകൊണ്ട് തന്നെ ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് 36 പ്രകാരം മാത്രമേ ഈ നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. മാത്രമല്ല, വിമർശനവും അതിനോടൊപ്പം തന്നെ ചേർത്ത് വിളിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബാങ്ക് കഴിഞ്ഞ ബാങ്കിന് നോട്ടീസ് നൽകിയത് UDFിലെ ചില കേന്ദ്രങ്ങൾ ആരോപിച്ചതിന്റെ മറവിലാണെന്നും അതിന് പ്രകാരമുള്ള അന്വേഷണമാണ് നടത്തുന്നതാണ് നിലവിലെ പിരിച്ചുവിട്ട ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ബാങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെത്തി ഈ 16 ബാങ്കിൽ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നതും എന്നാൽ ഇതിനായി ബാങ്ക് നൽകിയ രേഖകൾ, അതായത് ഈ റൂൾ 55 പ്രകാരം നൽകുന്ന നോട്ടീസ് പ്രകാരം ഒട്ടനവധി രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതിയുടെ ആ രേഖകൾ എല്ലാം തയ്യാറാക്കി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ഈ ഉദ്യോഗസ്ഥൻ അടുത്ത ദിവസം എത്തി വാങ്ങാമെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ഉദ്യോഗസ്ഥൻ എത്തുകയോ രേഖകൾ കൈപ്പറ്റുകയും ചെയ്തിട്ടില്ല. അതിന് പകരം ബാങ്ക് രേഖകൾ നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകുകയും പിന്നീട് നടപടിയാണ് ഉണ്ടായിട്ടുള്ളതും ഇത് നിയമവിരുദ്ധമായ നടപടി എന്നാണ് പിരിച്ചു വിട്ടപ്പെട്ട ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും രാഷ്ട്രീയം മുൻനിർത്തിയാണ് ഇത്തരം നടപടിയെന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അക്ഷയ്. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.